അറിഞ്ഞായിരുന്നോടെ മൂകാംബിക ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. രാത്രി മൊത്തം ഒറ്റയിരിപ്പിന് വണ്ടി ഓടിച്ച് രാവിലെ ആയപ്പോൾ കണ്ണൂരിന്റെ ബൈപ്പാസിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഫ്രഷ് ആവാനും കാപ്പി കുടിക്കാനും വേണ്ടിയിട്ട് വണ്ടി നിർത്തിയപ്പോൾ വണ്ടിയുടെ പിറകിലത്തെ അവസ്ഥ കാണാൻ വേണ്ടിയിട്ട് ചേട്ടനെ വിളിച്ചു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ ചെളിയും വണ്ടിയുടെ പിറകിലുണ്ടായിരുന്നു. ഇത്രയും ചെളിയാണെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മലബാർ വൈറ്റ് ഹൗസ് റെസ്റ്റോറന്റിലാണ് നമ്മൾ രാവിലെ ഫ്രഷ് ആവാനും കാപ്പി കുടിക്കാനും വേണ്ടിയിട്ട് വണ്ടി നിർത്തി. അങ്ങനെ എല്ലാവരും ഫ്രഷുമായി ഫുഡും കഴിച്ച് നമ്മൾ നേരെ മൂകാംബിക ലക്ഷ്യമായിട്ട് വീണ്ടും യാത്ര പുറപ്പെട്ടു. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണികളെല്ലാം മുഴുവനായിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ വഴി ഒന്ന് പറയാം. എന്നാണ് ഇനി ബൈപ്പാസിന്റെ പണി മുഴുവനായിട്ട് തീരുന്നതെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. റോഡിൽ മുഴുവൻ കട്ടർ കുട്ടികളൊക്കെ ആണെങ്കിലും മനുഷ്യൻ ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് വണ്ടി ഓടിക്കുന്നു. ബൈപ്പാസ് ആയതുകൊണ്ട് കാല് കൊടുത്ത് പോവാന്ന് വിചാരിച്ച് ഇതുവഴി ആരും വരല്ല, എങ്കിൽ ജീവിതം തന്നെ മടുക്കും. കുഴികളിലൂടെ വണ്ടി ഓടിച്ച് കുറച്ചു ദൂരം പോകുമ്പോൾ നമ്മൾ വിചാരിക്കും കുഴികളെല്ലാം തീർന്നു. അങ്ങനെ വിചാരിച്ച് തീരണതിന് മുമ്പ് വീണ്ടും ഒരു അടുത്ത അങ്ങനെ റോഡിലെ കുഴികളുമായിട്ട് മൽപ്പിടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ മാഹിയിൽ ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ കയറി നമ്മൾ നേരെ ഡീസൽ അടിക്കാൻ തുടങ്ങി. നമ്മൾ അവിടുത്തെ ഡീസലിനെ അപേക്ഷിച്ച് ഇവിടുത്തെ ഡീസലിന് 11 കുറവാണ്. ഡീസൽ ഓടിച്ച് കുറച്ചു ദൂരം പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളെ കണ്ണൂരിലെ സെൻട്രൽ ജയിൽ ഗോവിന്ദചാമി ജയിൽ ചാടിയതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. നീലേശ്വരം ബൈപ്പാസിലാണെങ്കിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞിട്ട് അവിടെയും ബ്ലോക്ക് ഉണ്ടെന്ന് ആരും നമ്മളെടുത്ത് വിളിച്ചു പറഞ്ഞു. ടാങ്കർ മറിഞ്ഞതും ജയിൽ ചാട്ടവും രണ്ടും കൂടെ ഒരുമിച്ച് വായിച്ചപ്പോൾ നമുക്ക് ഓർമ്മ വന്നത് ഫയർമാനിലെ ഇവിടെയും ജയിൽ ചാടാൻ വേണ്ടിയായിരിക്കും ആ ഗ്യാസ് ടാങ്കർ മറിച്ചതെന്നുള്ള ആലോചനയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുമ്പിൽ കൂടെ നമ്മൾ പലതവണ പോയിട്ടുണ്ടെങ്കിലും അപ്പോഴെല്ലാം നിശബ്ദമായിട്ട് കിടന്നിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുൻവശം നമ്മൾ ഇപ്പോഴാണ് ഇത്രയും ആൾക്കൂട്ടത്തിൽ കാണുന്നത്. ഇതിനിടയ്ക്ക് ഗോവിന്ദചാമി വീണ്ടും പോലീസ് കസ്റ്റഡി കിട്ടിയെന്നുള്ള വാർത്ത നമ്മൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വഴി ആയാലും കോൺഗ്രസുകാരുടെ പ്രതിഷേധവും കൊണ്ട് നമ്മൾ മൂകാംബിക ലക്ഷ്യമായിട്ട് യാത്ര തുടർന്നു. പാർട്ടി വീഡിയോ കാണാൻ ഫോളോ ചെയ്ത് കൂടെ കൂടണേ.